ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുസ്ലിങ്ങൾ ഉടൻ ഭൂരിപക്ഷമാകുമെന്ന് പശ്ചിമ ബംഗാളിലെ നഗരവികസന മുനിസിപ്പൽ കാര്യ ഭവന നിർമ്മാണ മന്ത്രിയും കൊൽക്കത്ത മേയറുമായ ഫിർഹാദ് ഹക്കീമിന്റെ പ്രസ്താവനയാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വിവാദമേറുന്നത്. അള്ളാഹുവിന്റെ കൃപയുണ്ടെങ്കിൽ, വിദ്യാഭ്യാസം നമ്മളോടൊപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ ഭൂരിപക്ഷമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതാണ് ഹക്കീമിന്റെ വാക്കുകൾ. ഞങ്ങൾ അത്തരമൊരു സമൂഹത്തിൽ നിന്നാണ് വരുന്നത്. പശ്ചിമ ബംഗാളിൽ ഞങ്ങൾ 33%, രാജ്യത്തുടനീളം ഞങ്ങൾ 17%. ഞങ്ങളെ ഇന്ത്യയിൽ ഭൂരിപക്ഷ സമുദായം എന്ന് വിളിക്കുന്നു. എന്നാൽ ഞങ്ങൾ സ്വയം ന്യൂനപക്ഷമായി കണക്കാക്കുന്നു. വരും ദിവസങ്ങളിൽ നമ്മൾ ന്യൂനപക്ഷമായി തുടരില്ല. അള്ളാഹുവിന് നമ്മുടെ മേൽ കൃപയുണ്ടെങ്കിൽ, വിദ്യാഭ്യാസം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഭൂരിപക്ഷമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് ഒരു വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നത്. വ്യാപകമായി ഇത് പ്രചരിപ്പിക്കപ്പെട്ടു. എപ്പോഴാണ് ഇദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് എന്ന വീഡിയോയിൽ വ്യക്തമല്ല. മുതിർന്ന തൃണമൂൽ നേതാവായ ഹക്കീമിന്റെ പരാമർശം വിവാദമാകുന്നത് ആദ്യമായിട്ടല്ല. ഈ വർഷം ജൂലൈയിൽ ഇസ്ലാമിൽ ജനിക്കാത്തവർ നിർഭാഗ്യകരമാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഹക്കീമിന് ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നു. പിന്നീട് ഇസ്ലാമിൽ ജനിക്കാത്തവർ നിർഭാഗ്യവാന്മാരാണ്, അവരെ ഇസ്ലാമിന്റെ കീഴിലാക്കണം. അങ്ങനെ ചെയ്താൽ അള്ളാഹു സന്തുഷ്ടനായിരിക്കും. ജൂലൈ 3-ാം തീയതിക്ക് അഖിലേന്ത്യാ ഖുർആൻ പാരായണ മത്സരത്തിനിടയിലാണ് ഹക്കീം ഇങ്ങനെ പറഞ്ഞത്. ഇത് വിവാദമായപ്പോൾ ആരെയും വേദനിപ്പിക്കുകയല്ല തന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞ് തടിയൂരി മാപ്പും പറഞ്ഞു. കൊൽക്കത്ത മേയറുടെ ഈ വർഗീയ പരാമർശങ്ങൾക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നിശിതമായി പ്രതികരിച്ചിട്ടുണ്ട്. കൊൽക്കത്ത മേയർ വർഗീയ വിദ്വേഷം ഉണർത്തുകയും അപകടകരമായ അജണ്ട മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു എന്ന് BJP കുറ്റപ്പെടുത്തി. കൊൽക്കത്ത മേയറിൽ നിന്ന് വരുന്നത് ശുദ്ധമായ വിഷമാണെന്നും തൃണമൂലിന്റെ ഫിർഹാദ് ഹക്കീം പരസ്യമായി വർഗീയ വിദ്വേഷം വളർത്തുകയും അപകടകരമായ അജണ്ട ഉയർത്തുകയും ചെയ്യുന്നെന്നും, ഇത് വിദ്വേഷ പ്രസംഗം മാത്രമല്ല, ഇന്ത്യയിൽ ബംഗ്ലാദേശ് തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനുള്ള ബ്ലൂ പ്രിന്റ് ആണിത്. എന്തുകൊണ്ടാണ് ഇന്ത്യ സഖ്യം ഇത്തരം വിഷയങ്ങളിൽ നിശബ്ദത പാലിക്കുന്നത്? ഇക്കാര്യത്തിൽ അവരുടെ അഭിപ്രായം പറയാൻ ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു എന്നാണ് പശ്ചിമ ബംഗാൾ സംസ്ഥാന BJP അധ്യക്ഷൻ സുകാന്ത മജുംദാർ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്തത്. അമേരിക്കയുടെ ആകാശത്ത് കണ്ട ഡ്രോണുകളെ ചുറ്റിപ്പറ്റി വലിയ രൂപത്തിലൊരു ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പല രൂപത്തിലും നമ്മുടെ നാട്ടിൽ ഉയർന്നു കേട്ടു. റഷ്യൻ ഡ്രോണുകളാണ് അമേരിക്കയുടെ ആകാശത്ത് ചുറ്റിത്തിരിയുന്നത് എന്ന പ്രചാരണത്തിന് പിന്നാലെ ഇപ്പോൾ പുതിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതായത് ഒരൊറ്റ മതം, ഒരൊറ്റ വിഭാഗം മതി ഈ ലോകത്ത് എന്ന രൂപത്തിൽ ഒരു ആശയം രൂപപ്പെടുമ്പോൾ ഇതുമായി അതിന് ബന്ധമുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അമേരിക്കയിലും ബ്രിട്ടനിലും പലയിടങ്ങളിലുമായി സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ ഡ്രോണുകൾ കണ്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ഇത്തരം പ്രചാരണങ്ങൾ അമേരിക്കയിൽ വലിയ രൂപത്തിൽ ആശങ്ക വിതയ്ക്കുന്നുണ്ട്. അമേരിക്കയിൽ വളരെ പ്രചാരമുള്ള ബ്ലൂ ബീം ഗൂഢസിദ്ധാന്തവാദികൾ ഇതിന് വലിയ പ്രചാരം കൊടുത്തു. ഇതോടെ പലയിടത്തും ആളുകൾ പരിഭ്രാന്തരായി മാറി. വിഷയം അമേരിക്കൻ മാധ്യമങ്ങളിലെല്ലാം ചൂടുള്ള വിഷയമായി മാറി. ഡ്രോണുകൾ കണ്ടത് വിവരിക്കുന്ന ആളുകൾ കൂട്ടത്തോടെ എത്തുകയാണ്. ഇവർ മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങളും നൽകിയതോടുകൂടി വിഷയം വലിയ പ്രശ്നമായി മാറി. ന്യൂജേഴ്സി, വാഷിംഗ്ടൺ DC, ന്യൂയോർക്ക്, മസാച്യുസെറ്റ്സ്, കാലിഫോർണിയ, ഫ്ലോറിഡ, വ്യോമിംഗ് തുടങ്ങിയ മേരിലാൻഡ് വരെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതലായും ഡ്രോണുകളുടെ സംശയകരമായ പറക്കൽ ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ചിലര് ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടുകൂടി കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് കൂട്ടത്തോടുകൂടി പറക്കുന്ന ഡ്രോണുകളെ കുറിച്ചും SUV വലിപ്പത്തിലുള്ള ഡ്രോണുകളുടെ ദൃശ്യങ്ങളുടെയും അതൊക്കെ പിന്നാലെ എത്തുകയാണ്. ഇതോടെയാണ് ഇതിന് പിന്നാലെ ഗൂഢസിദ്ധാന്തവാദികൾക്ക് ഇത് പ്രോജക്റ്റ് ബ്ലൂ ബീമിന്റെ ഭാഗമാണ് എന്ന വാദവുമായി രംഗത്ത് വരുന്നത്. ഇതോടെ ആളുകൾ ആകെ പരിഭ്രാന്തരായി. 1990കളിലാണ് അമേരിക്കയിൽ പ്രോജക്റ്റ് ബ്ലൂ ബീം എന്നൊരു പദ്ധതി സർക്കാരിന്റെ പക്കലുണ്ട് എന്ന വാദം ഉയർന്നു വന്നത്. ബഹിരാകാശ സംഭവങ്ങളുടെ പിൻബലത്തിൽ മാനവരാശിയെ നിയന്ത്രിക്കാനുള്ള പദ്ധതിയാണിതെന്നാണ് ബ്ലൂ ബീമിനെ കുറിച്ച് വാദിക്കുന്നവർ പറഞ്ഞത്. ലോകത്ത് നിലവിലുള്ള എല്ലാ മത സംവിധാനങ്ങളും തകർത്ത് ഒരൊറ്റ മതം കൊണ്ടുവരിക, എല്ലാ രാജ്യങ്ങളെയും ചേർത്ത് ലോകത്ത് ഒറ്റ രാജ്യം മാത്രം ഉണ്ടാക്കുക,
ആഗോളതലത്തിൽ തന്നെ പരമ്പരാഗത കുടുംബഘടനയെ പൊളിച്ചെഴുതുക തുടങ്ങിയവയൊക്കെയാണ് ഈ ബ്ലൂ ബീമിന്റെ ഭാഗമായി നടക്കുക എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇത്തരമൊരു പദ്ധതി ഉണ്ട് എന്നാണ് ഇവർ വാദിക്കുന്നത്. ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി അത്ഭുതകരമായ സംഭവങ്ങളെ വിനിയോഗിക്കുമെന്ന് ഇവർ പറയുന്നുണ്ട്. ഇത്തരം ഗൂഢസിദ്ധാന്തവാദികളുടെ പ്രചാരണം കൊഴുത്തതോടെ സാമൂഹിക മാധ്യമങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ ഇതിനെ സംബന്ധിച്ച് പടർന്നു വരുവാണ്. അതാ പറഞ്ഞത്, ഇതൊരു ബംഗാളിനെ ബാധിക്കുന്നതോ ഒരു കേരളത്തെ ബാധിക്കുന്നതോ ഒരു ഭാരതത്തെ ബാധിക്കുന്നതോ അല്ല. ഇവർ ലോകത്തിന്റെ ഏതു കോണിൽ പോയി കാല് കമിഴ്ത്തി ചവിട്ടിയിട്ടുണ്ടോ ആ മണ്ണെല്ലാം തങ്ങൾക്ക് സ്വന്തമാക്കണം എന്ന വാദം ആ രാജ്യത്ത് പതിപ്പിക്കാതെ ഇവർ പോയിട്ടില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ ഇവർക്ക് അഭയം കൊടുത്തു. എന്ത് സംഭവിച്ചു? പിന്നീട് അഭയം കൊടുത്തവർ അഭയാർത്ഥികളായി മാറുന്ന സാഹചര്യത്തിലേക്ക് ഇവർ ആ നാടിനെ കൊണ്ടുചെന്നെത്തിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഏത് കാര്യങ്ങൾ പിടിക്കപ്പെട്ടാലും ഇവരത് അംഗീകരിച്ച് തരില്ല. ഇപ്പോൾ വഖഫിന്റെ വിവാദമായിരുന്നാലും മെക്സവന്റെ വിവാദമായിരുന്നാലും ശരി, ഇവർ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഉയർന്നു വരുന്നത് എന്ന് തെളിവടക്കം അങ്ങോട്ട് ബോധ്യപ്പെടുത്തിയാലും ഇവരത് അംഗീകരിക്കില്ല. അപ്പം മുസ്ലിം സംഘടനകൾക്കകത്തും കുറച്ചുകൂടി തീവ്രമായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതായത് ഇപ്പോൾ മുസ്ലിം ലീഗ്, ഈ സംഘടന ഇവരിങ്ങനെ പതിയെ പോയാൽ എങ്ങനെയാ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക? അതുകൊണ്ട് ഈ മെല്ലെപ്പോക്ക് നയമല്ല നമുക്ക് വേണ്ടത്. അങ്ങനെ മുസ്ലിം ലീഗിനകത്ത് നിന്ന് തന്നെ ഒരു മെക്സവൻ ഉയർന്നു വരുന്നത് നമ്മൾ കാണുവാണ്. ബിജെപി പ്രതിനിധി ഉല്ലാസ് ബാബുവിലേക്ക് പോവുകയാണ്. ശ്രീ ഉല്ലാസ് ബാബു, ഈ പ്രശ്നം പറയുമ്പോൾ മോഹനനെ ആർഎസ്എസുമായി കൂട്ടിച്ചേർക്കുകയാണ്. കൃത്യമായി ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നം എന്താണ്? മുസ്ലിം മതവിഭാഗം തിങ്ങി പാർക്കുന്ന ഇടങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മെക്സവിന്റെ പ്രവർത്തനങ്ങൾ വരുന്നു. അതിനെ കൃത്യമായി തടയിടേണ്ടത് അനിവാര്യമാണ് എന്നാണ് മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് തന്നെ ഉയരുന്ന ആശങ്ക. ഒപ്പം CPM ഇത് പറഞ്ഞു വെക്കുന്നതിൽ വേറെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയും ഉണ്ട്. ഉല്ലാസ് ബാബു, ഇസ്ലാമിക മതപഠനം നിരോധിക്കാതെ ഈ ഖുർആനും ഇതര ഹദീസ് ഗ്രന്ഥങ്ങളും ബഹിഷ്കരിക്കുകയോ അതല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യപ്പെടുകയോ പുതുതായി ഇവരിത് ആവിഷ്കരിച്ച് റെഡ്യൂസ് ചെയ്ത് പുനഃക്രമീകരണം നടത്തുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നിടത്തോളം കാലം, ഇതിനകത്തുള്ള വസ്തുതകൾ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നിടത്തോളം കാലം അന്യമത വിരുദ്ധതയും എൻ്റെ മതം മാത്രം വളർന്നാൽ മതി, ഈ ലോകം മുഴുവനും എൻ്റെ മതം മാത്രമായി മാറണം, ഞാൻ ന്യൂനപക്ഷമായി ഒതുങ്ങി ഒരിടത്ത് ജീവിക്കേണ്ടുന്ന ആളല്ല, എൻ്റെ സൂര്യൻ എൻ്റെ ചന്ദ്രൻ ഇതെല്ലാം പടച്ചോൻ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്, മുസ്ലിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ അങ്ങനെ ന്യൂനപക്ഷമായി ഇവരുടെ കീഴിൽ ജീവിക്കേണ്ടുന്ന ഒരാളല്ല, ആധിപത്യം എൻ്റെ പടച്ചവനായിരിക്കണം എന്ന ആശയം ഇവർ വളർത്തും. കാരണം ഈ ഗ്രന്ഥങ്ങളിൽ അതുണ്ട്. അല്ല, ഈ മതേതരവാദം ഞങ്ങളുടെ അജണ്ടയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന തട്ടിപ്പായിരുന്നു ഒരു പറഞ്ഞത്. പക്ഷെ അത് ഇപ്പൊ പരസ്യമായിട്ട് അവർ അതല്ല എന്ന് പ്രഖ്യാപിക്കുന്നു മുസ്ലിം ലീഗ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എന്താണ് പറഞ്ഞത്? മോഹനൻ മാഷ് RSSന്റെ കാര്യമായിട്ട് സംസാരിക്കുന്നു. പിണറായി വിജയൻ എങ്ങനെയുണ്ട്? അതായത് ആര് ഈ രാജ്യത്തെ ബാധിക്കുന്ന ഇത്തരം ദുരന്തങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നോ സംസാരിക്കുന്നോ അവരെ ഒക്കെ പിടിച്ച് സംഖ്യകളാക്കുന്ന ഒരു ഏർപ്പാട് ഇവരിന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നന്ദി.